ഹായ് ഫ്രണ്ട്സ്, ശ്രീകാടൻ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷീജ ഗുരുവായൂർ. ഞാനിപ്പോൾ നിൽക്കുന്നത് തേനി കഴിഞ്ഞ് കമ്പം ഭാഗത്തോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഈ റോഡിന്റെ ഒരു വശത്ത് ഫുള്ള് റോസാ ചെടികൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അതാ റോസാപ്പൂക്കൾ നുള്ളിയിട്ടേ ഇരിക്കുക അല്ലേ, നിറയെ ഇരിക്കുന്നുണ്ട്. റോസാപ്പൂ മട്ടും എന്താ ഇരിക്കുന്നത്, റോസാപ്പൂ മട്ടും. ഇത് ഇവക്ക് എങ്ങനെ ഇതിന്റെ വളം ഒക്കെ എങ്ങനെ കൊടുക്കണത്? ചെറിയ റോസാ ചെടിയെ കൊണ്ടുവന്ന് വെച്ചിട്ട് വളം ഇട്ട് കൊടുത്തിട്ടാണ് ഇത്രയും ഇതില് നിൽക്കുന്നത്. റോസാ ഇതിന്റെ ഇടയിൽ കൂടെ നടക്കുന്നത് റിസ്ക് ആണ്. കാരണം വെച്ചാൽ നിറയെ മുള്ളൊക്കെയാണ്. പക്ഷെ അപ്പുറത്തൊക്കെ നല്ലോണം പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. പൂക്കളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഈ റോസാപ്പൂവിനെ സ്നേഹത്തിന്റെയും ഭംഗിയുടെയും പ്രതീകമാണ് അല്ലേ. ലോകമെമ്പാടും ഏകദേശം 30,000-ത്തിലധികം റോസാപ്പൂക്കൾ ഉണ്ടെന്നാണ് പറയുന്നത്. പൂന്തോട്ടത്തിന്റെ അലങ്കാരത്തിന് മാത്രമല്ല, അത്ര സുഗന്ധദ്രവ്യങ്ങൾ, റോസ് വാട്ടർ, മരുന്നുകൾ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് റോസാപ്പൂ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ. സാധാരണയായിട്ട് കമ്പുകൾ മുറിച്ച് നട്ട് ബഡ്ഡിങ്ങും ഒക്കെയാണ് വളർത്തി എടുക്കുന്നത് നമ്മള്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും അല്ലേ. പിന്നെ ഇതിന്റെ കൃഷി രീതി എന്ന് പറയുന്നത്, ഇവര് നോക്കിയ ഒരു കള പോലും ഇതിനകത്ത് കാണുന്നില്ല. കൃത്യമായിട്ടുള്ള വളപ്രയോഗം ആവശ്യമുള്ള ഒരു ചെടിയാണിത്. ആദ്യത്തെ പൂവ് വിരിയുന്നത് വരെ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ആണ് നൽകുന്നത്. ഇതൊക്കെ ഉണ്ടല്ലോ, നിറയെ പൂക്കള്. നല്ല മണമുണ്ട് കേട്ടോ, ഓർഗാനിക് ആണ്. ഇതില് വിഷമൊന്നും അടിക്കുന്നില്ല ഇവരെന്നാ പറഞ്ഞത്. കാരണം വെച്ചാൽ നല്ല പോലെ നമ്മുടെ നാടൻ റോസിന്റെ മണാണ് ഇതിന്. കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടല്ലോ. ഈ റോസാപ്പൂ തോട്ടത്തിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തത് തന്നെ ഞാൻ സൂപ്പർ വീഡിയോയുമായി ഉടനെ തിരിച്ചു വരും. അതുവരേക്കും ടാറ്റാ.